ക്ഷേത്ര നിർമ്മാണത്തിനെതിരെ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ ന്യൂസ് 18നോട് ശബരിമലയിലെ വിശ്വാസങ്ങളിൽ കോട്ടം തട്ടാൻ അനുവദിക്കില്ല. വാവൂര് പള്ളിയിൽ വലം വയ്ക്കുന്ന ആചാരത്തിന് വർഷങ്ങളുടെ ചരിത്രം. ദേവസ്വം ബോർഡ് നിലപാട് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ മതേതരത്വത്തിന്റെ ഉന്നതമായ സംഗമഭൂമിയായ എരുമേലിയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂരോ പട്ടാമ്പിയോ കിട്ടിയാൽ മുസ്ലിം ലീഗ് തിരുവമ്പാടി വിട്ടുനൽകും. UDFിൽ ചർച്ചകൾ സജീവം. ലീഗിന്റെ ആലോചനയ്ക്ക് പിന്നിൽ തിരുവമ്പാടിയിലെ പ്രാദേശിക പ്രശ്നങ്ങളും സാമുദായിക സമവാക്യവും. തവനൂരും പട്ടാമ്പിയും ജയസാധ്യത കൂടുതലെന്നും വിലയിരുത്തൽ. തിരുവമ്പാടി മണ്ഡലം വച്ചൊഴിയാനുള്ള നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് ജില്ലാ ഘടകം. സീറ്റ് നൽകാൻ ആലോചിച്ചിട്ടില്ല, ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ ന്യൂസ് 18നോട്. രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ ബിന്ദുവിന്റെ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മാധ്യമങ്ങളെ അറിയിക്കാതെ തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിയത് രാവിലെ 7 മണിയോടെ. സംഭവിച്ചത് ഹൃദയഭേദകമെന്ന് മന്ത്രി. സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം വീട് നവീകരിക്കാൻ സഹായം നൽകുമെന്നും വാഗ്ദാനം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മക്കളിൽ ഒരാൾക്ക് സ്ഥിര ജോലി നൽകുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കും. മകളുടെ ചികിത്സ പൂർണ്ണമായും സൗജന്യമായും നൽകുമെന്നും മന്ത്രി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം ദൗർഭാഗ്യകരമെന്ന് സ്പീക്കർ A.N. ഷംസീർ. അതിന്റെ പേരിൽ സിസ്റ്റം ആകെ മോശമാണെന്ന് ചിത്രീകരിക്കരുത്. മന്ത്രിമാരുടെ വീടുകളിലേക്ക് നടത്തുന്ന പ്രതിഷേധങ്ങൾ ശരിയല്ലെന്നും സ്പീക്കർ. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ അന്വേഷണം വേഗത്തിലാക്കാൻ ജില്ലാ കളക്ടർക്ക് സർക്കാരിന്റെ നിർദ്ദേശം. ഉടൻ റിപ്പോർട്ട് നൽകണം. ഫയർഫോഴ്സിന്റെയും PWDയെയും വിശദീകരണം തേടി കളക്ടർ. അടൂരിലെ അനാഥാലയത്തിൽ പെൺകുട്ടി ഗർഭിണിയായ സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തും. DNA സാമ്പിൾ ശേഖരിക്കും. പെൺകുട്ടിയെ അനാഥാലയ നടത്തിപ്പുകാരുടെ മകൻ വിവാഹം ചെയ്തത് പ്രായപൂർത്തിയാവും മുമ്പ്. പോക്സോ കേസെടുത്ത അന്വേഷണം ഊർജിതമാക്കി. വിവാദങ്ങൾക്കിടെ കേരള സർവകലാശാലയിൽ ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിന് തുടക്കം. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയും കോടതിയിൽ അറിയിക്കേണ്ട നിലപാടും ചർച്ച ചെയ്യും. യോഗം വിളിച്ചത് ഇടതുപക്ഷ അംഗങ്ങളുടെ ആവശ്യപ്രകാരം. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യം VCയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് അംഗീകരിക്കാൻ ഇടയില്ല. VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. നില ഗുരുതരം തന്നെയെന്ന് ആശുപത്രി അധികൃതർ. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. രാവിലെ വീണ്ടും മെഡിക്കൽ ബോർഡ് ചേരും. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ 58 ദിവസങ്ങൾക്ക് ശേഷം കൂട്ടിലായി. സുൽത്താന എസ്റ്റേറ്റിന് സമീപം വനംവകുപ്പ് കൂട്ടിൽ കടുവ പെട്ടത് ഇന്ന് രാവിലെ. ഉടൻ കാട്ടിൽ തുറന്നുവിടില്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. നിപ ബാധിച്ച പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. യുവതിയുടെ 12 വയസ്സുകാരനായ മകനും പനി ബാധിച്ചു. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 110 പേർ നിരീക്ഷണത്തിൽ. നിപ മൂലം മരണമുണ്ടായ മലപ്പുറത്തെ പഞ്ചായത്തുകളിൽ കർശന ജാഗ്രത തുടരുന്നു. പരിശോധനയ്ക്ക് അയച്ച് 11 സാമ്പിളുകളിൽ ഒരാളുടേത് നെഗറ്റീവ്. കൊച്ചി ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിൽ അറസ്റ്റിലായ 3 പേരും സഹപാഠികൾ. എഡിസണും ഡിയോളും അരുൺ തോമസും ഒന്നിച്ച് പഠിച്ചത് മൂവാറ്റുപുഴയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ. കൂടുതൽ ചോദ്യം ചെയ്യാൻ 3 പേരെയും നാളെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡിയിൽ വാങ്ങും. സഹപാഠികളും നിരീക്ഷണത്തിൽ. അറബിക്കടലിൽ കത്തിയ വാൻഹായ് കപ്പലിൽ വീണ്ടും ആളിപ്പടർന്ന തീ അണച്ചു. സുരക്ഷാ മുൻകരുതൽ തുടരുന്നു. 2 അഗ്നിശമന രക്ഷാകപ്പലുകൾ വാൻഹായ്ക്ക് സമീപം. തീയണച്ചത് 24 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ. തീ പടർന്ന കണ്ടെയ്നറുകളിൽ സ്ഫോടക വസ്തുവായ അമോണിയം നൈട്രേറ്റ് എന്ന് സംശയം.
തിരുവനന്തപുരത്ത് സേഫ് ലാൻഡിംഗ് നടത്തിയ F-35 യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി വിദഗ്ധ സംഘം ഇന്നെത്തും. വിദഗ്ധ സംഘം എത്തിയത് തകരാർ പരിഹരിക്കാൻ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമായതിനാൽ തിരുവനന്തപുരത്ത് വെച്ച് പരിഹരിക്കാനായില്ലെങ്കിൽ വിമാനം എയർലിഫ്റ്റ് ചെയ്യും. ബ്രിക്സ് ഉച്ചകോടിക്ക് ബ്രസീലിൽ നിന്ന് തുടക്കം. ആദ്യ സെഷൻ വൈകിട്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അർജന്റീനൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മോദി എത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ചർച്ചയാകും. ഭീകരവാദത്തെ ശക്തമായി എതിർക്കണമെന്ന നിലപാട് ഉന്നയിക്കാൻ ഇന്ത്യ. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് തുടക്കം. ഡൊണാൾഡ് ട്രംപിനോട് ഇലോൺ മസ്ക് പറഞ്ഞത് വെറുതെയല്ല. അമേരിക്ക പാർട്ടി പ്രഖ്യാപിച്ചു. അമേരിക്കയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരികെ നൽകുമെന്ന് മസ്ക്. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരണം 50ആയി. മരിച്ചവരിൽ 15 പേർ കുട്ടികൾ. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഗ്യാഡാലൂപ്പ് നദിയിലെ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയത് നിരവധി വീടുകളും വാഹനങ്ങളും.